ഒന്ന് വേഗം വാപ്പാ. യെസ് ബോസ്. എന്നാടാ ഇത്? ഒരു തോക്ക് കൂടെ എടുക്കാൻ മേലായിരുന്നോ? നീ ചക്കയിടാന്നല്ലേ പോന്നേ? ഒരു പട്ടാളക്കാരനെ എല്ലാത്തിനും വ്യക്തമായ പ്ലാനിങ് കാണും, മനസ്സിലായോ? എന്നാ പറയാനാ, കൊച്ചിലെ ഇവിടെ മരത്തിലെല്ലാം പുല്ല് പോലെ കയറി കിടന്നത് ചെറുക്കന. എടി, കോശിച്ചായന്റെ വീട്ടിലാ കുട്ടിച്ചാത്തൻ പിന്നെയും വന്നു എന്ന് ഇച്ചായം പറഞ്ഞല്ലോ. സെബാന ആ, നീ കണ്ടായിരുന്നോ അവനെ? കണ്ടു, കുറെ മിണ്ടോ ചെയ്തു. അതെ, എന്നതാ വേണ്ടിയേ? അതൊക്കെ എങ്ങനെ കൂടെ പറയാൻ പറ്റുമോ? അതെ, ഇവന്മാരെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ പെണ്ണുങ്ങളെ വീഴ്ത്താനായിട്ട് ഓരോന്നും പറയും. ആദ്യം ഒരു ശല്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും പതുക്കെ പതുക്കെ നമ്മളും അതിലോട്ട് അങ്ങ് വീഴും. പിന്നെ അവരുടെ സംസാരം ഒരു ദിവസം കേട്ടില്ലെങ്കിലോ ഒന്ന് കണ്ടില്ലെങ്കിലോ ഒക്കെ നമുക്ക് വിഷമമുണ്ടാവും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കെട്ടണം എന്നാവും. അതേടി, കെട്ടിക്കഴിഞ്ഞാ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പൂവ് നമുക്ക് കിട്ടിയ പോലെ തോന്നാം. അത് സ്ഥിരമായിട്ട് നമ്മൾ തലച്ചൂടി എങ്ങനെ ഉണ്ടാവും? ആദ്യത്തെ ദിവസം നല്ല മണമൊക്കെ ഉണ്ടാവും, അടുത്ത ദിവസം വാടും, പിന്നെ ചീഞ്ഞ് നാറും. ആന്നേ, നിക്കണു ചേച്ചിയുടെ ചീഞ്ഞു പോവാ. ഈശോയെ. ചെല്ല്. ഇതാണോടി ഉദാഹരണം? കഷ്ടം. അത് ഒരു താളത്തിൽ ഞാൻ പറഞ്ഞതാ ചായ. താളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വാടാ, നമുക്ക് ചക്കയിടാ, അല്ലേ ചക്ക കഴിഞ്ഞു. സാറ് ഡ്യൂട്ടിക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട് ഗുരുക്കളെ. കൈ ശരിയാന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ആരെ ഇടിക്കാനാ ഗുരുക്കളെ? അയ്യോ, വളരെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. കബഡി ഗ്രൗണ്ടിൽ ഇത്രയും വലിയ അടി നടന്നിട്ട് സാറിന്റെ എല്ല് മാത്രമല്ലേ പൊട്ടിയുള്ളൂ? ഓരോലോടും തടയും ഞങ്ങൾ, ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ. ശാന്തന്റെ അളിയനാണോ? അത് വലിയ കഥയാന്നേ. ഈ ടിപ്പറിന്റെ ചീർപ്പാച്ചല് കാരണേ ശാന്തൻ വീടിന്റെ മുന്നിൽ ഒരു വലിയ ഹമ്പ് പണിതായിരുന്നു. ഓ, എന്നിട്ട് അന്ന് മുതൽ ശാന്തന്റെ വീടെത്തുമ്പോ ടിപ്പർ സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ശാന്തൻ നോക്കുമ്പോ എന്നാ ലോറിയുടെ ഫ്രണ്ട് സീറ്റ് ശാന്തന്റെ പെങ്ങള്. നാട് കുട്ടിച്ചറക്കുമല്ലോ. എന്തായാലും ഒരു അടിക്കുള്ള വകുപ്പായി. ടാമിയും ടീമും കൂടി എത്തിയിട്ടുണ്ടല്ലോ. അളിയന്മാര് തമ്മിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് ശല്യം ഞങ്ങൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ കോരി പോലുള്ള ആളല്ലേ? നിങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് കോറിക്ക് അനുമതി കൊടുത്തത്. ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിലേ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴേ അത് എന്താ പ്രശ്നം? സാറേ, ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തില്ലേ, എന്തായാലും തെറ്റുണ്ടോ? പോലീസുകാരെ സാർ പറയട്ടെ. സാറേ പറയത്തില്ലേ? എന്നാ പട്ടാളക്കാരെ സാമൂല് പറയട്ടെ. ആരനുമതി കൊടുത്താലും നശിക്കുന്നത് നമ്മുടെ നാടാന്ന് മറക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാമൂലെ. ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആരുടെ ഇവനെ ശാന്തൻ പേരിടും? എന്നാ അടിയായിരുന്നല്ലോ, കണ്ണു പോലും കാണാൻ പുഷ്പേട്ട, നമ്മുടെ പൂവൻകോഴിക്കനെ കുത്തനെ. ഉറപ്പായിട്ടും. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ ശാന്തൻ എന്റെ ഒരു പോളിസി എടുക്കും. അതിനെന്താ, എത്ര പോളിസി എടുക്കാം? പിന്നെ ആത്മഹത്യ ചെയ്ത കാശ് കിട്ടുന്ന വല്ല പോളിസി ഉണ്ടെങ്കിൽ ആ വാഴക്കരെ കൊണ്ടുവന്നെടുപ്പിക്കണം. അവന്റെ കുടുംബത്തിനും സഹായമാവല്ലോ. ശാന്തന്റെ ശാന്തമായ സ്വഭാവം. അപ്പയും കൂട്ടുകാരും കൂടി ടെന്റിലിരിക്കുമ്പോഴാ
ഈ സംഭവം. കാട്ടുനായ്ക്കൾ ഓരിയിരുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഓന്ന്. ഓ പട്ടികൾ മാത്രമേ ഉള്ളൂ? കടുവയും പുലിയൊന്നുമില്ലേ? അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അപ്പ അപ്പോഴേ തോക്കുണ്ടായിരുന്നില്ലേ? എടാ എന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാരവിടെ മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പ ഈ മൈനുകൾ എന്ന് വെച്ചാ എന്താ? എടാ ഇത് ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു തരം ബോംബാണ്. ബോംബാ? ബോംബൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാം. രണ്ടാളും വന്നേ, ഇതിപ്പോഴൊന്നും പൊട്ടിത്തീരില്ല. ബാ ബാക്കി ഞാൻ കിടക്കുമ്പോ പറഞ്ഞുതരാം. ഷോട്ടാക്കി പറഞ്ഞുതരാപ്പാ. നീ നടക്ക്, ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം കേട്ടോ. നടക്കട അങ്ങോട്ട്. അവൻ ഉറങ്ങിയോ? അതെ, വലിയ ചെറുക്കനായി. അവന് കൂടെ കളിക്കാൻ ഒരാളും കൂടെ വേണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. അവനങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. താല്പര്യം എനിക്കാണെങ്കിലോ? അപ്പൊ ഒരാൾ കൂടി വേണം അല്ലേ? അതിനിങ്ങനെ കട്ടിലിരുന്നാൽ മാത്രം മതിയോ? ഇവൻ നാട്ടുകാർക്ക് സ്വയം തരില്ലാന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? നാളെ ഞാൻ ആ കോശായനൊന്ന് കാണട്ടെ. മനസ്സമാധാനം താടാ. രാജ്യത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞോളെ. സാത്താനെ എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോ മോളെ. റാമുവിനെ വിളി മോളെ. കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്. എൻ്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഈ നാറ് എങ്ങാൻ അവൾ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല. ഇച്ചായം പേടിക്കണ്ട, എനിക്ക് അവളെ അറിയാം. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇച്ചായ, അന്ന ചേച്ചി, ഇച്ചായ, എന്നാടി എന്നാ പറ്റി? ഇച്ചായ ചാച്ചിന് തീരെ സുഖമല്ലോന്ന് വേഗം വരുമോ? നിർത്തിക്കേ. വന്നേ, ഹോസ്പിറ്റലിലോട്ട്. എന്തേ കാണിക്കണേ? പ്രാർത്ഥനയിലൊന്നും കണ്ടില്ലേ? കോശിച്ചാന്റെ ദൈവകൃപ കൊണ്ട് എല്ലാം സൗഖ്യം പ്രാപിക്കും. പാടിക്കോ. ഒന്നങ്ങോട്ട് ഒരു കാര്യം. നിങ്ങൾ പാടിക്കോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് എന്താ മതി മതി മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? ഇല്ലേ? ഓക്കെ. കോച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. പിടിച്ച്